കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് തിരുവെഴുത്തിലെ തിരുസഭ എന്ന പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് വരാൻ കൃപ ചെയ്ത ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റുന്നു. കഴിഞ്ഞ 2 പാഠങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. 1-ാം പാഠം എന്നുള്ള നിലയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ ചർച്ച ചെയ്ത് ആരംഭിച്ചു. 4 കണ്ടെത്തലുകൾ ആ വാക്യത്തിലൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ആ കണ്ടെത്തലുകളിൽ 1-ാമത്തേതാണ്. നമ്മളിങ്ങനെ മനസ്സിലാക്കി, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മുടെ ചർച്ച ഈ പാറ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഏത് പാറയാണ്? അതാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ട അടിസ്ഥാന പാഠം സഭയോടുള്ള ബന്ധത്തിൽ. ഈ 1-ാം പാഠത്തിൽ നമ്മൾ ഈ ഭാഗം പരിശോധിക്കുമ്പോൾ സഭയെക്കുറിച്ചും അത് പണിയും എന്ന് പറഞ്ഞിരിക്കുന്ന പാറയെക്കുറിച്ചും വ്യക്തമായ പരാമർശമുണ്ടെങ്കിലും ഇവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. സഭ എന്താണെന്നോ സഭയുടെ ഉള്ളടക്കം എന്താണെന്നോ അത് പണിയുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നോ അതിൻ്റെ പ്ലാൻ എന്താണെന്നോ അതിൻ്റെ വലിപ്പം എന്താണെന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഈ പ്രസ്താവനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ആ പാറ ഏതാണ് എന്ന് നമുക്ക് വ്യക്തമായി കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ വ്യക്തമായിരുന്നെങ്കിൽ ആ പാറ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ക്രൈസ്തവ മണ്ഡലത്തിൽ ഇത്രയധികം ചർച്ചകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ പാറ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, അഥവാ ആ പാറ ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് തിരുവെഴുത്തിൻ്റെ സഹായത്തോടെയേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മാനുഷിക അഭിപ്രായങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നമ്മുടെ ചർച്ച തന്നെ തിരുവെഴുത്തിലെ തിരുസഭ എന്നാണ്. സഭയെക്കുറിച്ച് തിരുവെഴുത്ത് എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ മാനുഷികമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കോ ചിന്തകൾക്കോ ഒന്നും നമ്മളിവിടെ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, എങ്ങനെയാണ്, അഥവാ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഈ പാറമേൽ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ ആ ചർച്ചാ വിഷയത്തിൽ അവർ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ആ സംവാദത്തിൽ ആ പാറ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ദിസ് റോക്ക്, ഈ പാറമേൽ. അപ്പോൾ പാറ അവിടെ ഉണ്ട്, ആ സംഭാഷണ വിഷയത്തിൽ അതുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പാറ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ദാറ്റ് റോക്ക്, ആ പാറമേൽ എന്ന് പറയണമായിരുന്നു. അങ്ങനെ ആ പാറമേൽ എന്നല്ല, ഈ പാറ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതേതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അവിടെ പാറ എന്നുള്ള പരാമർശം കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പാറ എന്നുള്ളതിന്. ഈ പാറ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം പെട്ര എന്ന, പാറ, പെട്ര. അപ്പം നമുക്കിങ്ങനെ പറയേണ്ടി വരും, ഈ പെട്രാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പെട്രാമേൽ കർത്താവ് സംസാരിച്ചത് ഇങ്ങനെയാണ് പത്രോസിനോട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് എന്ന വാക്കിനും പാറ എന്ന അർത്ഥം ഉണ്ട്. ഗ്രീക്ക് ഭാഷയിൽ പത്രോസ് എന്ന പദത്തിന് പെട്രോസ് എന്നാണ്. പെട്രോസ് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം ഒരു കല്ല് എന്നാണ്, ഒരു പാറക്കഷണം, ഒരു കല്ലിൻ്റെ കഷണം എന്നാണ്. എന്നാൽ പെട്ര എന്ന് പറയുന്നൊരു പാറക്കഷണമല്ല, വലിയൊരു പാറ, എ മാസീവ് റോക്ക്. നമ്മളങ്ങനെയുള്ള പാറകളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ മലയാളക്കരയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ മല പോലെയുള്ള പാറകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മല മുഴുവൻ ഒരു പാറയാണ്. അതുപോലെ ഭൂമിശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന ജിബ്രാൾട്ടർ എന്ന പേരിലുള്ളൊരു പാറ ഏകദേശം 5 കിലോമീറ്ററോളം നീളം, 1.25 കിലോമീറ്ററോളം വീതി, 426 മീറ്റർ ഉയരമുള്ള വലിയൊരു പാറ. അങ്ങനെയൊക്കെയുള്ള വലിയ പാറയ്ക്കാണ് പെട്ര എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പെട്രോസ് എന്ന് പറയുന്ന ഒരു മൂവബിൾ റോക്കാണ്, എടുത്തു മാറ്റാൻ പറ്റുന്ന, ചലിപ്പിക്കാവുന്ന എന്ന അർത്ഥമാണ് അതിനുള്ളത്. യേശു പറഞ്ഞത്, ഈ പെട്രാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ് ആ പെട്ര? ഈ പാറ എന്നവിടെ പറഞ്ഞിരിക്കുമ്പോൾ അവിടെ തന്നെയുണ്ട് താനും. അവരുടെ സംഭാഷണ വിഷയത്തിൽ, അവരുടെ ചർച്ചയിൽ അത് ഉള്ളടങ്ങിയിട്ടുണ്ട് താനും. അതുകൊണ്ടാണ് ഈ പാറ എന്ന് പറഞ്ഞിട്ടുള്ളത്. പത്രോസിനെ കുറിച്ച് അങ്ങനെയൊരു പാഠം ക്രൈസ്തവ മതത്തിലെ ചില വിഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസാണ് ആ പാറ എന്നാണ്. നീ പത്രോസാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗത്തിൽ ചില ഇംഗ്ലീഷ് പരിഭാഷകൾ യു ആർ പീറ്റർ ദ റോക്ക് എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ, യു ആർ പീറ്റർ ദ റോക്ക് എന്ന് പറഞ്ഞാൽ നീ പെട്രോസായ പെട്രയാകുന്നു എന്ന് വരും ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ച്. നീ പെട്രോസാകുന്ന പെട്രയാകുന്നു. അതിനാണ് ഇങ്ങോട്ട് എങ്ങനെ മാച്ചാകുന്നത്? നീ പാറക്കഷ്ണമായ പാറയാകുന്നു, അല്ലെങ്കിൽ നീ പാറയായ പാറക്കഷ്ണമാകുന്നു, അങ്ങനെ ചേർത്ത് പറയാൻ പറ്റുമോ? യു ആർ പീറ്റർ ദ റോക്ക് എന്ന് പറഞ്ഞാൽ, പീറ്റർ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം പെട്രോസ് എന്നല്ലേ. അപ്പോൾ ഒരിക്കലും കർത്താവ് അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല. മറിച്ച് നീ പത്രോസാകുന്നു, അത് ശരിയാണ്, മൂലഭാഷയിലും അങ്ങനെ തന്നെ, നീ പത്രോസാകുന്നു, അതിൻ്റെ അർത്ഥം പെട്രോസ് എന്നാണ്. എന്നാൽ മറ്റ് ചില വിശദീകരണങ്ങൾ, ചില സഭാവിഭാഗങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് കേപ്പ എന്ന പദം കൊടുത്തിട്ടാണ്. കേപ്പ എന്ന വാക്കിന് പാറ എന്നാണ് അർത്ഥം. അതുകൊണ്ട് പത്രോസ് ആണ് ആ കേഫ. പത്രോസ് കേഫ എന്ന കർത്താവ് പേര് വിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് പാറ എന്നുള്ള അർത്ഥത്തിൽ പത്രോസാണ് എന്ന് സ്ഥാപിച്ച് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അവിടെയുണ്ട്. എന്നിട്ട് അവർ അതിൻ്റെ ഒരു വിശദീകരണം കൂടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വായിക്കാനായിട്ട് കഴിഞ്ഞു. പത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ സോളമനാണ് എന്നാണ് അവർ പറഞ്ഞത്. അത്രയ്ക്ക് ജ്ഞാനിയാണ്. കാരണം പഴയ നിയമത്തിൽ ദൈവത്തിന് ഒരു വലിയ ആലയം പണിത സോളമനെ പോലെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സഭ എന്ന ആ വലിയ ആലയം പണിയുന്ന ജ്ഞാനിയായ സോളമനാണ് പത്രോസ് എന്നുള്ള നിലയിലാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്.
നമ്മൾ എതിർക്കുന്നില്ല, പക്ഷേ സത്യം അതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം തിരുവെഴുത്തിന് മാറ്റമില്ല. അങ്ങനെയാണ് നമ്മളെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുന്നത്. തിരുവെഴുത്തിന് മാറ്റമില്ലല്ലോ, തിരുവെഴുത്ത് മാറ്റിക്കൂടാത്തതാണ്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്നതാണ്. യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നതും അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതുമായ ഈ മാറ്റമില്ലാത്ത തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാറ എന്താണ്, അല്ലെങ്കിൽ ഏതാണ്, അല്ലെങ്കിൽ ആരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ അതാണ് നമ്മൾ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. മറ്റൊരു പ്രസ്താവന ഈ പാറയെക്കുറിച്ചുള്ളത് പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ മേൽ ആണ് സഭ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് ക്രൈസ്തവ ചിന്തകർ ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ മേലെന്ന് പറയുമ്പോൾ ഏറ്റുപറച്ചിൽ എന്ന ആ പ്രവൃത്തിയുടെ മേൽ, നോട്ട് അപ്പോൺ ദി ആക്ട് ഓഫ് കൺഫെഷൻ ബട്ട് അപ്പോൺ ദ കണ്ടൻറ് ഓഫ് ദ കൺഫെഷൻ. ഏറ്റുപറച്ചിൽ എന്ന പ്രവൃത്തിയുടെ മേലായിരിക്കില്ല, ഏറ്റുപറഞ്ഞതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ മേൽ. അതെന്താ ഉള്ളടക്കം? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നാണ് പത്രോസ് ഏറ്റുപറഞ്ഞത്. അപ്പോൾ ആ ഏറ്റുപറച്ചിലിൻ്റെ ഉള്ളടക്കം ക്രിസ്തുവാണ് എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റുപറച്ചിലിൽ ഉള്ളടങ്ങിയിരുന്ന വിഷയമായ, ഏറ്റുപറച്ചിലിൻ്റെ ഉള്ളടക്കമായ ക്രിസ്തുവിൻ്റെ മേൽ ആണ് സഭ പണിയപ്പെടുന്നത്, അഥവാ അതാണ് അവിടെ പാറ എന്ന് വലിയൊരു കൂട്ടം ചിന്തകന്മാർ പഠിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത്. മൂന്നാമതൊന്നവിടെ വരാൻ വേറെ ഒന്നുമില്ല. ഒന്നുകിൽ പത്രോസിൻ്റെ മേൽ ചിലർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിൽ ഉൾക്കൊണ്ടിരുന്ന യേശു ക്രിസ്തുവിൻ്റെ മേൽ. ഈ രണ്ടിലൊന്നല്ലാതെ മറ്റൊന്നുണ്ടാകത്തില്ല. ഇത് നമുക്ക് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കേണ്ടത് പത്രോസ് ആയിരിക്കുമോ അതിൻ്റെ അടിസ്ഥാനം, പത്രോസിൻ്റെ മേലായിരിക്കുമോ സഭ പണിയപ്പെടുന്നത് എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സഭയെക്കുറിച്ച് തന്നെ കുറേ ഉൾക്കാഴ്ചകൾ നമുക്ക് ആവശ്യമാണ്. സഭ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ ഈ പാറയുടെ മേൽ പണിയപ്പെടുന്നത് എവിടെ, അല്ലെങ്കിൽ ഏത് പാറയുടെ മേലാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. പത്രോസിൻ്റെ മേലാണോ അഥവാ യേശു ക്രിസ്തു എന്ന ആ ഏറ്റുപറച്ചിലിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ആ സത്യത്തിൻ്റെ മേലാണോ, ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മേലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കും. സഭ എന്ന പദം പത്രോസ് കേൾക്കുന്നത് ഇപ്പോഴാണ്, അഥവാ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിക്കുമ്പോൾ മാത്രമാണ് പത്രോസ് സഭയെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ പത്രോസിനോട് സംസാരിച്ച കർത്താവാകട്ടെ അവിടുന്ന് ഈ കാലത്തിൽ അവതരിച്ചത് തന്നെ നിത്യതയിൽ നിന്ന് സഭയെന്ന ഈ വലിയ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്.
എഫേസ്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പൗലോസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം എന്ന സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗം എഴുതിക്കണം. സഭയെന്ന് പറയുന്നത് കാലത്തിൽ യേശു അവതരിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരാശയമല്ല, മറിച്ച് നിത്യതയിൽ യാതൊന്നും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ, അതാണല്ലോ അനാദികാലം, കാലമുണ്ടാകുന്നതിന് മുൻപേ, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ നിത്യനായ ദൈവത്തിൽ മറഞ്ഞു കിടന്നിരുന്ന മർമ്മമാണ്. അപ്പോൾ നിത്യനായ ദൈവത്തിൽ നിത്യതയിൽ മറഞ്ഞു കിടന്നിരുന്ന ആ മർമ്മം യേശുക്രിസ്തു കാലത്തിൽ അവതരിച്ചിട്ട് ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള, അത്രയും ഗൗരവമുള്ള ഒരു കാര്യം, ഒരു സത്യം ഈ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു പറഞ്ഞപ്പോൾ മാത്രം കേട്ട ഈ പത്രോസിനെ ആധാരശിലയാക്കി അതിൻ്റെ മേലെ എങ്ങനെ പണിയും എന്ന് മാത്രമല്ല, യേശുക്രിസ്തു സഭയെക്കുറിച്ച് പത്രോസിനോട് പറയുമ്പോൾ തന്നെ പത്രോസ് അത് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 18 മുതൽ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെയുള്ള പത്രോസിനെ ഒന്ന് പഠിച്ചാൽ മതി. ഈ സഭയെക്കുറിച്ചൊന്നും പത്രോസൊന്നും മനസ്സിലാക്കിയില്ല. എന്തെങ്കിലും പത്രോസ് സഭയെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ അത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണത്തോടുകൂടെ ആരംഭിച്ച ദൈവപ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. തീർച്ചയായിട്ടും പത്രോസിന് പരിശുദ്ധാത്മാവിൽ സഭയെക്കുറിച്ച് വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. ഇനി ആ വെളിപ്പാടിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തന്നെ പത്രോസിൻ്റെ പ്രസംഗങ്ങൾ, പത്രോസ് എഴുതിയ ലേഖനങ്ങൾ, ഇതെല്ലാം ചേർത്ത് വെച്ചൊന്ന് പഠിക്കണ്ടേ? അങ്ങനെ നാം പഠിക്കുമ്പോഴും സഭ ആയിരിക്കുന്ന അതേ ഗൗരവത്തിലും അതിൻ്റെ ഉള്ളടക്കത്തിലും പത്രോസിന് വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. കാരണം എഴുത്തുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സഭയെക്കുറിച്ചുള്ളൊരു വ്യക്തത പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഒറ്റയൊരാളിൻ്റെ എഴുത്തുകളിലൂടെയാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ പിൽക്കാല ശിഷ്യനായി തീർന്ന, അപ്പോസ്തലനായി തീർന്ന വിശുദ്ധ പൗലോസിൻ്റെ രചനകളിലൂടെയാണ്. അവിടെയാണ് നാം സഭ എന്താണെന്ന് വായിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. ചിലർ അവകാശപ്പെടുന്നത് പോലെ പത്രോസാണ് പുതിയ നിയമത്തിൻ്റെ ശലോമോനെങ്കിൽ ഈ സഭയെക്കുറിച്ചുള്ള സമഗ്രവും സമ്പൂർണവും വിശദവുമായിട്ടുള്ള പാഠങ്ങൾ, പഠിപ്പിക്കലുകൾ ഈ പത്രോസിൻ്റെ വാക്കിലും രചനകളിലും ഉൾക്കൊള്ളേണ്ടതല്ലേ? അത് നാം കാണുന്നില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം നമുക്കവിടെ വ്യക്തമായി, സഭയെക്കുറിച്ച് കാര്യമായി വിശദമായി അതിൻ്റെ എല്ലാ വ്യാപ്തിയിലും ഈ അപ്പോസ്തലൻ നമുക്ക് മനസ്സിലാക്കി തരുന്നില്ല.
അദ്ദേഹത്തിൻ്റെ രചനകൾ കൂടെ നമുക്ക് കിട്ടുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ പത്രോസ് തന്നെ പൗലൂസിൻ്റെ രചനകളെ ശ്ലാഘിച്ച് പ്രശംസിച്ച് ഉയർത്തി പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് പരിജ്ഞാനമില്ലാത്തവർ പൗലൂസിൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു എന്നുള്ള നിലയിൽ ഉന്നതവും ഉദാത്തവുമായിരിക്കുന്ന പൗലൂസിൻ്റെ രചനകളെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അഥവാ അതിനെ സൂചിപ്പിച്ച് പറയുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്തത് പത്രോസിൻ്റെ മേലാണ് ഇത് പണിയപ്പെടുന്നതെങ്കിൽ പത്രോസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ, വിശദമായ, സമഗ്രവും സമ്പൂർണമായ ഒരു ഉൾക്കാഴ്ച കിട്ടേണ്ടിയിരുന്നില്ലേ? അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് പറയുമ്പോൾ ആദ്യമായി കേട്ട് അവിടെ മുതൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളിൻ്റെ മേലായിരിക്കുമോ, അതോ നിത്യത മുതൽ ഈ യാഥാർത്ഥ്യം അറിയാവുന്ന, അതെന്താണെന്ന്, അതെന്തിനു വേണ്ടിയാണെന്ന്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന്, അതിൻ്റെ വലിപ്പം എന്താണെന്ന്, അത് എത്ര കാലം നിലനിൽക്കുമെന്നൊക്കെ അറിയാവുന്ന മഹാജ്ഞാനിയായിരിക്കുന്ന ഒരാളിൻ്റെ മേലായിരിക്കുമോ സഭ പണിയപ്പെടേണ്ടത്? നമ്മളെ യുക്തിചിന്തയ്ക്ക് വിടുക. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പത്രോസിൻ്റെ മേലല്ല എന്ന് തെളിയുകയാണ്. മറ്റൊന്ന്, അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ എഫെസോസിലെ മൂപ്പന്മാരുമായി കൂടിയിരിക്കുമ്പോൾ ചെയ്ത ഒരു വിടവാങ്ങൽ സന്ദേശം, ഹൃദയസ്പർശിയായ ഒരു വിടവാങ്ങൽ സന്ദേശം, അതിൽ അദ്ദേഹം സഭയെക്കുറിച്ച് ഇങ്ങനെ പരാമർശം ചെയ്യുന്നു: കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. അങ്ങനെയാണ് ആ സഭയെക്കുറിച്ച് പറയുന്നത്. അതിന് ശരിയായ പരിഭാഷ ഇതാണ്: കർത്താവ് താൻ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്: കർത്താവ് ചോര കൊടുത്ത് വാങ്ങിയ, കർത്താവിൻ്റെ ചോരയൊഴുക്കി മറുവില കൊടുത്തു മേടിച്ച ഈ സഭയെ, ആ സഭയുടെ ഉദ്ഭവത്തിനോ ആ സഭയുടെ ആരംഭത്തിനോ കാരണമാകത്തക്ക നിലയിൽ ചോരയൊഴുക്കിയിട്ടില്ലാത്ത ഈ പത്രോസിൻ്റെ മേൽ സഭ സ്ഥാപിച്ചു എന്ന് പറയുന്നത് എങ്ങനെ? ചോരയൊഴുക്കിയത് ഒരാൾ, വില കൊടുത്തത് ഒരാൾ, എന്നിട്ട് ആ സഭയെ ചോരയൊഴുക്കാത്ത, അതിനുവേണ്ടി വില കൊടുക്കാത്ത ഒരു മനുഷ്യൻ്റെ മേൽ അടിസ്ഥാനപ്പെടുത്തി പണിയാൻ പറ്റുമോ? ഇത് ഞാൻ പറയുമ്പോൾ എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20, 21, 22 വാക്യങ്ങളിൽ പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ക്രിസ്തു യേശുവിൻ്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം മറക്കുന്നില്ല. തീർച്ചയായിട്ടും അപ്പോസ്തലന്മാരെ ദൈവത്തിൻ്റെ സഭയുടെ അടിസ്ഥാന കല്ലുകളാക്കിയിട്ടുണ്ട് എന്നുള്ളത് തിരുവെഴുത്ത് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അവിടെ ഒരാൾക്കല്ല പ്രസക്തി, 12 പേർക്കുമുണ്ട്. 12 പേർക്കും അവിടെ പ്രാധാന്യമുണ്ട്.
എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന, കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന അതല്ല. ഈ പാറമേൽ അത് ഈ 12 അപ്പോസ്തലന്മാരെ അതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാം വിശകലനത്തിലേക്ക് വരുമ്പോൾ. എന്നാൽ അടിസ്ഥാനപരമായി അതൊരു വലിയ പാറയാണ്, ഒരു പെട്ര ആണ്, എ മാസീവ് റോക്ക്. ആ മാസീവ് റോക്ക് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിൽ ദാനിയേൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്. ഒരു വലിയ ബിംബം, ആ ബിംബത്തിൻ്റെ കാൽപാദങ്ങളിൽ കൈ തൊടാതെ ഒരു കല്ല് വന്ന് അടിച്ച് അതിനെ തകർക്കുന്നു. എന്നിട്ട് ആ കല്ല് ഭൂമിയിലൊരു വലിയ മഹാപർവ്വതമായി, ഭൂമി മുഴുവൻ നിറഞ്ഞ ഒരു പർവ്വതമായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സൂചനയാണ്. അപ്പോൾ ഭൂമി മുഴുവൻ നിറഞ്ഞ മഹാപർവ്വതമായി തീരുമെന്ന് ദാനിയേൽ പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരിക്കുന്ന യേശുക്രിസ്തുവിലാണോ അതോ പല അടിസ്ഥാന കല്ലുകൾ ചേർത്ത് വെച്ച് പണിയുന്നതിൽ ഒരു അടിസ്ഥാന കല്ലായിരിക്കുന്ന പത്രോസിൻ്റെ മേലായിരിക്കുമോ സഭ പണിയപ്പെടുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ പ്രസ്താവനയിൽ തന്നെയുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ പണിയുന്നത് കർത്താവാണ്. കർത്താവിന് മാത്രമേ പണിയാൻ പറ്റൂ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറയുമ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ, തിരുഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, അതിൻ്റെ പ്ലാനുണ്ട്, അതിൻ്റെ വലിപ്പമുണ്ട്, അതെത്രത്തോളം ഉയർന്നതാണ്, അതിൻ്റെ നീളം, വീതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടുത്തെ മനസ്സിലുണ്ട്. അപ്പോൾ അവിടുത്തേക്ക് മാത്രം അറിയുന്ന ആ സഭയുടെ എല്ലാ വലിപ്പത്തോടും കൂടെ അവിടുന്ന് പണിയുമ്പോൾ അതിന് പറ്റിയ ഒരു ബേസ് ആയിരിക്കുമോ ഈ പത്രോസ്? അഥവാ അവിടുന്ന് ഈ പത്രോസിൻ്റെ മേൽ പത്രോസിനെ ആധാരശിലയാക്കിക്കൊണ്ട് പണിയുമോ? പണിയുന്ന കർത്താവല്ലേ. പത്രോസിനെ സഭയുടെ ഭാഗമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്, നേരത്തെ ഉറപ്പിച്ച പോലെ, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇത്ര ബൃഹത്തായ, ഇത്ര വലിപ്പമുള്ള, ഇത്ര സങ്കീർണമായ, നമ്മളത് പഠിക്കാൻ പോവുകയാണ്, അതിൻ്റെ ചർച്ചയ്ക്കാണ് നമ്മൾ ഈ പാഠം തുടങ്ങിയിരിക്കുന്നത്. സഭയൊരു നിസ്സാര കാര്യമല്ല, മനുഷ്യജ്ഞാനത്തിൽ ഉടലെടുത്തതുമല്ല, ദൈവജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ ശക്തിക്കനുസാരം ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബൃഹത് സംരംഭമാണ്. അത്ര വലിയ ഒരു സംരംഭത്തെ കാലബന്ധിയായ, മരണത്താൽ മാറ്റപ്പെടുന്ന, ദൈവം വിളിച്ചതുകൊണ്ടും കൃപയേൽപ്പിച്ചതുകൊണ്ടും മാത്രം പ്രത്യേകതകളുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ മേൽ പണിയും എന്ന് വിചാരിക്കാൻ ന്യായമുണ്ടോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ സഭയെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശയോടെയുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള ഒരു വലിയ ദൈവിക പദ്ധതി.
സഭയെക്കുറിച്ച് നാം പഠിച്ചാൽ സ്വർഗഭൂമികളെ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബൃഹത് സംരംഭമാണ്. സ്വർഗവും ഭൂമിയും, ദൈവവും മനുഷ്യനും, കാലവും നിത്യതയും തമ്മിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ സഭ. അതെങ്ങനെ? പരിധികളുള്ള ഒരു മനുഷ്യൻ്റെ മേൽ പണിയും. മറ്റൊന്ന്, സഭ ഇന്ന് ഭൂമിയിലുണ്ട്. അക്ഷരാർത്ഥത്തിൽ പത്രോസ് ഇന്ന് ഭൂമിയിലില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിലൂടെ ഉരുവാക്കപ്പെട്ട ദൈവസഭ എന്ന ഈ ആത്മിക സ്ഥാപനം ഇന്നും ഭൂമിയിലുണ്ട്. പക്ഷേ പത്രോസ് എന്ന അപ്പോസ്തലൻ ഇന്ന് ഭൂമിയിലില്ല. അദ്ദേഹം മരിച്ചു മൺമറഞ്ഞു, നിത്യതയിലുണ്ട്, കർത്താവിനോടുകൂടെ കർത്താവിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം, ചരിത്രത്തിൽ ഇന്നും സജീവമായിരിക്കുന്ന, നിലനിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ സഭ മരിച്ച ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട, വിശ്രമത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു അപ്പോസ്തലന്റെ മേലായിരിക്കുമോ, അതോ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സകല അധികാരങ്ങളും പ്രാപിച്ച്, ഞാൻ പൗലോസിൻ്റെ വാക്ക് കടമെടുത്ത് പറയുകയാണ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലുമെല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മേലായിരിക്കുമോ ഇന്നും സഭയിൽ സജീവമായിരിക്കുന്ന, സഭയിൽ നിറഞ്ഞു വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മേലായിരിക്കുമോ സഭ പണിയപ്പെടുന്നത്? നമുക്കുത്തരം ഈ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. സഭ എന്തിനാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുമുണ്ട്. അതും വരുന്ന പാഠങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിൻ്റെ വിശകലനത്തിന് വേണ്ടി ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് സഭ സ്ഥാപിച്ചതിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം? വാട്ട് ഈസ് ദ പർപ്പസ്? അതിന് മറുപടി നമുക്ക് നല്ലതുപോലെ തരുന്നത് പൗലോസിൻ്റെ എഴുത്തുകളാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എഫേസ്യർ 2:22, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. സഭ എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിവാസമാണ്. ദൈവത്തിന് വസിക്കാനുള്ള ഇടം. അതിൻ്റെ എത്ര വലിപ്പം കാണുമായിരിക്കാം? നമുക്കെന്താണ് അതിലൊരു മറുപടി പറയേണ്ടത്?
ദൈവത്തിൻ്റെ വലിപ്പം മനുഷ്യരറിയേണ്ടതിന് ദൈവം തന്നെ അവിടുത്തെ വാക്കുകളിൽ അതൊന്ന് വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകനിലൂടെ സർവശക്തനായ ദൈവം ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്ന ആലയം ഏതു വിധം? സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം. സ്വർഗം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ പുരാതന സ്വർഗാദി സ്വർഗമാണ്. സ്വർഗം, സ്വർഗാദി സ്വർഗം, പുരാതന സ്വർഗാദി സ്വർഗം, ഇങ്ങനെയാണ്. ശലോമോൻ ദേവാലയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ എന്നാണ് പറയുന്നത്. പൗലൂസ് തൻ്റെ എഴുത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ 3-ാം സ്വർഗമാണ് വാസ്തവത്തിൽ ഇവിടെ സ്വർഗം എന്നുള്ള പദം കൊണ്ട് യെശയ്യാവ് നമുക്ക് മനസ്സിലാക്കി തരും, അഥവാ ദൈവത്തിൻ്റെ നിവാസം. അപ്പോൾ ആ പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ ദൈവം കാല് ചവിട്ടുക. ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്. ദ ഹോൾ എർത്ത് ഈസ് ദ ഫുഡ് സ്റ്റൂൾ ഓഫ് ദാറ്റ് സോവറിൻ സുപ്രീം ഗാഡ്. സർവശക്തനും പരമാധികാരിയുമായിരിക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠം മാത്രമാണ് ഈ ഭൂമി. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമെങ്കിൽ ദൈവം എത്ര വലിപ്പമുള്ള ആളാണ്. ഇത്ര വലിപ്പമുള്ള ദൈവത്തിന് വസിക്കാനായി ദൈവജ്ഞാനത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു നിവാസമാണ്, ആലയമാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അത്ര വലിപ്പമുള്ള, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിപ്പമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇറങ്ങി വസിക്കേണ്ട ആലയത്തിലും ആ വലിപ്പം ഉണ്ടാവില്ലേ? സഭ അത്ര ബൃഹത്താണ്, വലുതാണ്. അതൊരിക്കലും ഒരു പാറക്കഷണത്തിൻ്റെ മേൽ പണിയപ്പെടുകയില്ല. അതിന് പറ്റിയ അടിസ്ഥാനം തന്നെ വേണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ചിന്ത നമുക്ക് അവസാനിപ്പിച്ചിട്ട് മുൻപോട്ട് പോകാം. ദൈവസഭ എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് മറ്റൊരു മറുപടി എഫേസ്യർ 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവജ്ഞാനത്തിൻ്റെ പ്രകട രൂപമാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ, ഇങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്ന പദം ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബഹുമുഖമായ ജ്ഞാനം എന്നാണ്, മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗാഡ്. അത് പ്രകടിപ്പിക്കുന്ന ഒരു ഡിവൈൻ ആർക്കിടെക്ചറാണ് സഭ. ഒരു ദിവ്യ ശില്പമാണ്, ദൈവജ്ഞാനത്തിൻ്റെ ശില്പമാണ്. സ്വർഗത്തിലുള്ളവർ, സ്വർഗീയവാഴ്ചകൾ, ദൂതന്മാർ, അവരെല്ലാവരും ഈ സഭയിലേക്ക് നോക്കിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എത്രയാണെന്ന് മനസ്സിലാക്കുന്നത്. അതിനു മാത്രമുള്ള ഒരു മാസ്റ്റർ പീസ് ആർക്കിടെക്ചറാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ദൈവജ്ഞാനത്തിൻ്റെ മകുടോദാഹരണമായിരിക്കുന്ന ഈ സഭയെ ഈ പത്രോസ് എന്ന ഒരു വ്യക്തിയുടെ മേൽ പണിയാൻ സാധ്യതയുണ്ടോ? പത്രോസ് അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ആ പാറ? പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിൽ ഉള്ളടങ്ങിയിരുന്നത് ക്രിസ്തുവാണ്. അതിൻ്റെ ഉള്ളടക്കം ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഒന്നുകിൽ പത്രോസ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്തു ആയിരിക്കണം.
കാരണം ഈ പാറ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ തന്നെ പാറയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ രണ്ടിലൊന്നായിരിക്കണം. പത്രോസ് അല്ല എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതായി വന്നു. പത്രോസിനോട് വിരോധമുള്ളത് കൊണ്ടല്ല, പത്രോസിൻ്റെ മേൽ സഭ പണിയുന്നതിൽ നമുക്ക് വിരോധമുള്ളത് കൊണ്ടുമല്ല. പക്ഷേ സഭ എന്ന മഹായാഥാർത്ഥ്യത്തെ വിശകലനം ചെയ്തു വരുമ്പോൾ അത് അടിസ്ഥാനപ്പെടത്തക്ക നിലയിൽ നല്ലൊരു ബേസ് അല്ല പത്രോസ് എന്ന് തിരുവെഴുത്ത് സ്പഷ്ടമാക്കുന്നു. ഇനി ആരെങ്കിലും അല്ല പത്രോസാണെന്ന് പറയാൻ ശ്രമിച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്ക് സഭയെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല, ഇപ്പോഴും അവരുടെ കണ്ണടഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. ദൈവം കണ്ണ് തുറക്കട്ടെ എന്ന് മാത്രമാണ്. അപ്പോൾ പിന്നെ ആ പാറ ആരായിരിക്കും? ക്രിസ്തുവാണ് എന്ന് വരയണമെന്നല്ല, വരുത്തുകയുമല്ല. അങ്ങനെയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ പഴയ നിയമം മുതൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ പാറ എന്നുള്ള പദം ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32:18 വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് മോശ ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ നിന്നെ ജനിപ്പിച്ച പാറ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 32:4-15 വാക്യങ്ങൾ ആവർത്തനം അവിടെ വായിക്കുമ്പോൾ ദൈവം പാറയെന്നും എൻ്റെ രക്ഷയുടെ പാറയെന്നും ദൈവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ശമൂവേൽ 22:2-3 വാക്യങ്ങളിൽ എൻ്റെ പാറയായ ദൈവം എന്ന് ദൈവത്തെ വിളിച്ചിരിക്കുന്നു. 144 സങ്കീർത്തനം 1 വാക്യത്തിൽ എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഇത് പഴയ നിയമ പ്രയോഗമാണെങ്കിൽ പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 10-ാം വാക്യത്തിൽ അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പൗലോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. പത്രോസാണ് പാറ എന്ന് ചിലർ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്നു എന്ന് കേൾക്കണ്ടേ? പത്രോസിൻ്റെ 1 ലേഖനം 2-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് എന്നാ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറയുന്നത് ജീവനുള്ള കല്ലായ, ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശു ക്രിസ്തു എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ അധ്യായം തന്നെ 6-ാം വാക്യത്തിൽ അങ്ങനെ തന്നെ വീണ്ടും കാണുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്. അപ്പോൾ 4, 5, 6, 7 വാക്യങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നത് കർത്താവ് ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്, ദൈവം തമ്പുരാൻ സിയോനിൽ ഇട്ട അടിസ്ഥാനക്കല്ലാണ് എന്നിങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ യെശയ്യാവിൻ്റെ പ്രവചനം 28-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രോസ് അവിടെ സംസാരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം വെളിച്ചു ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഇവിടെ ഒരു അടിസ്ഥാനക്കല്ലിനെ കുറിച്ച് പറയാം. സിയോനിലാണ് ഇട്ടിരിക്കുന്നത്. ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ലിട്ടിരിക്കുന്നു. ഈ കല്ല് ഇട്ടിരിക്കുന്നു എന്ന യെശയ്യാവിലൂടെ പിതാവായ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് ആരെക്കുറിച്ചാണ്, എന്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ചേർത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവസഭ എന്ന ഈ മഹാസൗധത്തിൻ്റെ അടിസ്ഥാനമായി പിതാവായ ദൈവം യേശു ക്രിസ്തു എന്ന ശോധന ചെയ്ത
മൂലക്കല്ലിനെ ഇട്ടിരിക്കുകയാണ്. വാക്കിൽ ചുരുക്കട്ടെ, യേശുക്രിസ്തുവാണ് ആ പാറ. യേശുക്രിസ്തുവാണ് അടിസ്ഥാനക്കല്ല്. യേശുക്രിസ്തുവാണ് ഈ പാറ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ക്രിസ്തു എന്ന പാറമേൽ ദൈവത്തിൻ്റെ സഭ പണിയപ്പെട്ടിരിക്കുകയാണ്. നമ്മെയും സഭ എന്നുള്ള നിലയിൽ ആ വലിയ പാറമേൽ പണിതിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. കൃപയാൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ദൈവജ്ഞാനത്തിൻ്റെ ശില്പമായ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ഈ ദൈവിക നിവാസത്തിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാൻ നമുക്ക് കഴിഞ്ഞതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ പദവിക്ക് നന്ദിയുള്ളവരായി നമുക്ക് കർത്താവിന് സേവ ചെയ്തുകൊണ്ട് തുടരാം. ഈ ചെറിയ പഠനം വിശ്വാസത്തിൻ്റെ സത്യം മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ എല്ലാ പ്രേക്ഷകർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവേ, ഇന്ന് പകലിൽ ഞങ്ങൾ ചർച്ച ചെയ്തത് അനുഗ്രഹമാക്കി തീർക്കണമേ. വ്യക്തമായ ഒരു അവബോധം അവിടുത്തെ സഭ പണിയപ്പെട്ടിരിക്കുന്ന പാറയെക്കുറിച്ച് എല്ലാ പ്രേക്ഷകർക്കും നൽകണമേ. ഞങ്ങളെ ചേർത്ത് പണിതിരിക്കുന്നത്, ഞങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പണിതിരിക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ തിരിച്ചറിവോടെ മുൻപോട്ട് പോകുവാനും അതിൽ നിലനിൽക്കുവാനും അധൈര്യം ഉള്ളവരായിരിക്കാനും എല്ലാവരുമിടയാക്കണമേ. ഞങ്ങളുടെ ആത്മജീവിതത്തിൻ്റെ ധന്യതയ്ക്ക് ഇത് കാരണമാക്കി തീർക്കണം. എല്ലാവരും അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.